ബ്രഹ്മാനന്ദം പരമസുഖദം കേവലജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 18ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അതായത് ശ്ലോകം 19ഉം 20ഉം ഒക്കെ നമുക്കിന്ന് വിശകലനം ചെയ്യാം. കഴിഞ്ഞ ദിവസം ഇത് വിശകലനം ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് മറ്റ് കാര്യങ്ങൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് മനസ്സ് കടന്നു പോവുകയും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയൊക്കെയായിരുന്നു. നിർജ്ജല ഏകാദശിയിലൂടെ പ്രിയ ഭക്തരെല്ലാം കടന്നു പോകുന്ന ഒരു സമയമാണല്ലോ ഇത്. കഴിഞ്ഞ ദിവസവും വ്രതമെടുത്തവരുണ്ട്. ഞാനും കഴിഞ്ഞ ദിവസം വ്രതത്തിൽ തന്നെയായിരുന്നു. ഇന്നും നിർജ്ജല ഏകാദശി എടുക്കുകയാണ്. നാളെയും മഹാദ്വാദശിയും ആ വ്രതവും എടുത്ത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വ്രതം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ഓരോന്നോരോന്നായി പറഞ്ഞിരുന്നു. ഏകാദശി വ്രതത്തിൻ്റെ മാഹാത്മ്യവും നിർജ്ജല ഏകാദശിയുടെ മഹത്വവും പുണ്യവും ഒക്കെ. നിർജ്ജല ഏകാദശിക്ക് നമ്മൾ ജലം പോലും കുടിക്കാതെ ഏകാദശി എടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കുന്നോ എങ്കിൽ അതെടുക്കുക. എടുക്കുമ്പോൾ മറ്റ് ഏകാദശികളിൽ നാം എപ്പോഴെങ്കിലുമൊക്കെ അറിയാതെയോ അറിഞ്ഞോ വിശപ്പ് സഹിക്കാതെയൊക്കെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കുറവ് കൂടി ഈ നിർജ്ജല ഏകാദശി വർഷത്തിലൊരിക്കൽ എടുക്കുമ്പോൾ അതിൻ്റെ കുറവ് പരിഹരിക്കപ്പെടും എന്നും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏകാദശി കൊണ്ട് നമ്മുടെ നിർജ്ജല ഏകാദശിയുടെ ആ മഹത്വം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങളെല്ലാം കഴിഞ്ഞ് എല്ലാം തീർന്ന് നമ്മുടെ ജീവിതത്തിൽ പുണ്യം സമ്പാദിച്ച് സുകൃതം സമ്പാദിച്ച് ഈ ഇഹത്തിലും പരത്തിലും സുകൃതികളായി മാറാൻ സാധിക്കുന്നു. നമ്മുടെ ദാരിദ്ര്യ ദുഃഖം, സാമ്പത്തിക പരാധീനത, നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, ഇതൊന്നും നമ്മെ അലട്ടാതെ നമ്മുടെ ജീവിതത്തെ സുഖകരമായ ഒരു അവസ്ഥയിലേക്ക് ഭഗവാൻ എത്തിക്കുമെന്നുള്ളത് 100% ഉറപ്പുള്ള ഒരു വ്രതമാണ് ഈ ഏകാദശി വ്രതങ്ങളെല്ലാം, പ്രത്യേകിച്ച് നിർജ്ജല ഏകാദശിയും. എല്ലാ ഏകാദശി എടുക്കുന്ന ഒരു വ്യക്തിയുടെ പാപങ്ങൾ ഇവിടെ കഴുകി കളയുന്നു എന്നാണ് സങ്കല്പമല്ല, അതാണ് യാഥാർത്ഥ്യം. കാരണം ഈ കലിയുഗത്തിൽ ഒരു വ്രതം എന്ന് മാത്രമല്ല, അതൊരു തപസ്സാണ്. കലിയുഗത്തിൽ നമ്മൾ ഗൃഹസ്ഥാശ്രമികൾക്ക് തപസ് അനുഷ്ഠിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നൂലാമാലകളിലൂടെ പോകുമ്പോഴും ആ തിരക്കിനിടയിലും നാം തപസ് അനുഷ്ഠിക്കുകയാണ്. ഏകാദശി പോലെയുള്ള മഹാവ്രതങ്ങൾ ആചരിക്കുന്നത് വഴി നിങ്ങളൊന്ന് നോക്കൂ, നമ്മുടെ പരിസരത്ത് ധാരാളം പേരുണ്ട്. എത്ര പേര് ഏകാദശി എടുക്കുന്നുണ്ട്? എത്ര പേര് ഏകാദശി എടുക്കാൻ ആഗ്രഹിച്ചാലും എടുക്കാൻ പറ്റാത്തവരുണ്ട്? അതിനുള്ള സാഹചര്യം സംഭവിക്കാത്തവരുണ്ട്. അപ്പോൾ നമുക്ക് ഏകാദശി എടുക്കണമെന്നും അതിനെക്കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യുന്നത്, അതിനെ എടുക്കാനൊരു താല്പര്യം വരിക തന്നെ ചെയ്യുന്നത് വളരെ വളരെ ഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ടവർക്ക് മാത്രമാണ്. ഇത് ഒരിക്കലെങ്കിലും ഇതിനെക്കുറിച്ചൊരു വീഡിയോയ്ക്കകത്ത് കേൾക്കുകയോ അത് അറിയുകയോ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരറിയാതെ അവർക്കതിനുള്ള കർമ്മം ഭഗവാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, സഞ്ചിത കർമ്മങ്ങളിലുള്ള പാപകർമ്മങ്ങളെ തീരുവാനുള്ള അർഹത അവർക്കുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർ ഈ ഒരു വ്രതം എടുക്കുവാൻ ഒരു താല്പര്യം ഉണ്ടാവും അവർക്ക്. ആ താല്പര്യം ആദ്യം കടന്നു വരും. അപ്പോഴെടുക്കണ്ട എന്ന് തോന്നും. പല തടസ്സങ്ങളുണ്ടാകും. എടുത്താൽ തന്നെ അത് മുഴുവിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും. അഥവാ ഒരെണ്ണം എല്ലാ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തൊരു ഏകാദശി എടുത്തു എന്നാൽ പോലും അടുത്ത ഏകാദശി എടുക്കുവാൻ നമുക്ക് കഴിയണമെന്നില്ല. നിരന്തരം ധാരാളം തടസ്സങ്ങളുണ്ടാകും. അപ്പോൾ ഇത് മായയിൽ ബന്ധനസ്ഥരായി നാം ജീവിക്കുന്ന ഈ ഭൂമണ്ഡലത്തിൽ ഇതിനെയൊന്നും മറികടക്കുവാൻ, ഒഴുക്കിനെതിരെ നീന്തുവാൻ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെ നാം ചെയ്യണം. എന്നാലേ നമ്മൾ ഒന്ന് തുഴയാൻ അല്ലെങ്കിൽ ഒന്ന് നീങ്ങുവാൻ തന്നെ നമ്മൾ തുടങ്ങുകയുള്ളൂ. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നൊന്ന് അനങ്ങാൻ തുടങ്ങുകയുള്ളൂ.
അതായത് ഭക്തിയിലേക്കൊന്ന് നീങ്ങി വരുവാൻ, ഒന്ന് ചലിക്കുവാൻ തുടങ്ങണമെങ്കിൽ തന്നെ അതിന് നല്ല പ്രയത്നം കൊടുക്കണം. കാരണം നമ്മൾ സ്വാഭാവികമായും ഈ ഭൗതികത്തിൽ ഇങ്ങനെ മുഴുകി അതിൽ തന്നെ ലയിച്ച് അതിൽ വരുന്ന നിത്യേനയുള്ള കാര്യങ്ങളല്ലേ നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും വിപരീതമായി ചെയ്യേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അതിന് ശരിക്കും നമ്മൾ കുറച്ച് പ്രയത്നം തന്നെ ചെയ്യേണ്ടി വരില്ലേ? അല്ലേ? നമ്മൾ ഏതൊരു സാധനവും നമ്മൾ അതിൻ്റെ അതൊന്ന് കട്ട് ചെയ്യുന്ന ഒരു ശരിയായിട്ട് മുറിച്ചു മാറ്റിയാൽ എളുപ്പം മാറുന്നൊരു സാഹചര്യം ഒരു രൂപം ഉണ്ടാവും. പക്ഷെ അതിനെതിരായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിലെത്രയും എത്ര പ്രയത്നങ്ങൾ കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു പ്രയത്നം കൊടുക്കണം. നമ്മൾ ആത്മീയമായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ചിട്ട് വേണം, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ അതിജീവനം നടത്തി വേണം ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതിലേക്ക് നടന്നെടുക്കുവാൻ. നമുക്ക് പഴയ കാലത്തൊക്കെ നമ്മുടെ അച്ഛനമ്മമാരുടെയും മുത്തശ്ശിമാരുടെയൊക്കെ കാലഘട്ടത്തിൽ ശരിക്കും ആത്മീയതയൊക്കെ അന്വേഷിച്ചിറങ്ങിത്തിരിക്കുന്നവർ പ്രായമാകുമ്പോൾ, അതായത് വാനപ്രസ്ഥം ആകുമ്പോൾ അച്ഛനമ്മമാർ കുട്ടികളെ വളർത്തി അവരെയൊക്കെ ഗൃഹസ്ഥാശ്രമികളാക്കി അവരെ ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് വാനപ്രസ്ഥം, സന്യാസം ഒക്കെ സ്വീകരിക്കുന്നത്. എന്നാൽ ഈ കലിയുഗത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഭക്തിയിലേക്ക് വളരെ ആവേശത്തോടെ ഭഗവാനെ അറിയുവാൻ വളരെ സന്തോഷത്തോടെ കടന്നു വരുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, കുംഭമേളയ്ക്ക് പോയപ്പോഴാണ് എനിക്കത് ശരിക്കും അനുഭവപ്പെടുന്നത്. ആത്മീയമായ പക്വത വന്ന, ആത്മാവിന് പരിപക്വത ലഭിച്ച കോടിക്കണക്കിന് യുവജനങ്ങളെയാണ് ഞാനിവിടെ കണ്ടത്. അവർക്ക് ആ പരിപക്വതയുണ്ടെന്ന് എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്? അവരുടെ സംസാരം, അവരുടെ ചലനം, അവരുടെ പ്രവൃത്തി, നടത്ത എല്ലാം തികഞ്ഞ ഒരു മിതത്വം വന്ന ഒരു സ്ഥിതപ്രജ്ഞൻ എന്ന് വേണേൽ പറയാം. അങ്ങനെയുള്ള മനുഷ്യർ, ചെറുപ്പക്കാരാണ് അവിടെ വന്നതെല്ലാം. ആർക്കും അവിടെ ഒരു പരാതിയോ ഉന്തലോ തള്ളലോ മുന്നിൽ കയറണമെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് കൂടുതൽ ലഭിക്കണമെന്നോ ഇതൊന്നുമില്ല. എത്ര ശാന്തമായ മനസ്സ്! ആ മനസ്സ് ശാന്തമായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. അതേസമയം കേരളത്തിലേക്ക് വരുമ്പോഴോ നമ്മുടെ യുവജനങ്ങളുടെ മനസ്സെന്താണ്? പറയേണ്ടതുണ്ടോ? ഈ നല്ലൊരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കണോ? കൂടുതൽ സംസാരിച്ച് കാട് കയറുന്നില്ല. അപ്പോൾ ആ ആത്മീയമായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്നവരുടെ ആ മാനസികമായിട്ടുള്ള അവസ്ഥയും ഭൗതികത്തിൽ മുഴുകി ജീവിക്കുന്നവരുടെ മാനസിക അവസ്ഥയും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് ഞാൻ ഈ പറഞ്ഞ് തുടങ്ങി വെച്ചത്. അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നും വിഷ്ണു സഹസ്രനാമമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ പറഞ്ഞ് മറ്റു മേഖലകളിലേക്ക് പോകാതെ എൻ്റെ ശ്രദ്ധയെ ഞാൻ തന്നെ വീണ്ടും സഹസ്രനാമത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് 19ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 18 വരെയുള്ള ശ്ലോകം നിങ്ങൾ വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കി തന്നെയാണല്ലോ വായിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാണ് ഞാൻ എൻ്റെ പ്രയത്നം ചെയ്യുന്നത്. ആ പ്രയത്നത്തിന് ഫലം ഉണ്ടാവണം. എന്താണ് വിഷ്ണു സഹസ്രനാമമെന്നും എങ്ങനെയാണ് ഈ വിഷ്ണു സഹസ്രനാമം ഉണ്ടായതെന്നും ആരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവെന്നും ഒക്കെ വളരെ വിശദീകരിച്ചിരുന്നു. സനൽകുമാര ഋഷി സനകാദികളെക്കുറിച്ച് അറിയാമല്ലോ. ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരായ പിഞ്ചു ബാലന്മാരായ ആ സനകാദികളിൽ സനൽകുമാരൻ എന്ന് പറയുന്ന ആ കുട്ടിയായ ഋഷി എന്നായാലും കുട്ടിയായിട്ട് തന്നെ ഇരിക്കും. ആ കുട്ടിയാണ്, കുട്ടിയെന്നൊന്നും പറയാൻ പാടില്ല, അവർ നമ്മുടെ പൂർവ്വപിതാമഹന്മാരാണ്. ജന്മനാ തന്നെ ഭഗവത് ജ്ഞാനം ലഭിച്ചവരാണ്. ആ ഋഷിയാണ് നമ്മുടെ ഭീഷ്മ പിതാമഹന് ഭഗവാനെക്കുറിച്ചുള്ള 1000 നാമങ്ങൾ, 1000 ഗുണങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഭീഷ്മരത് എന്ത് ചെയ്തു? തൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക്, ശരശയ്യയിൽ അവസാന നിമിഷങ്ങൾ ആ എണ്ണി കഴിയുന്ന അവസരത്തിൽ സ്വച്ഛന്തമായി മൃത്യുവിലേക്ക് ലയിക്കുവാൻ കാത്തിരിക്കുന്ന സമയത്ത് ഭഗവാനെ, ആ പൂർണ്ണനായ ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ആ ശരശയ്യയിൽ. എന്തിനാണ് ഭഗവാൻ എവിടേക്ക് വന്നത്? യുധിഷ്ഠിരനെ ഒരു ഉപാധിയാക്കി. യുധിഷ്ഠിരനുണ്ടായ സംശയം
ധർമ്മത്തെക്കുറിച്ചുള്ള സംശയമൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഏറ്റവും യോഗ്യനായ ആളാണ് ഭീഷ്മ പിതാമഹൻ. ആ പിതാമഹൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ബോധം, ആത്മാവ് ശരീരം വിട്ട് അകലുന്നതിന് മുമ്പ് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ, സംശയമുള്ളതെല്ലാം എന്ന് ധർമ്മത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു. ഇതൊക്കെ ഞാൻ ആദ്യ ഭാഗത്ത്, സഹസ്രനാമത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചും 5 ചോദ്യങ്ങളും അതിനുള്ള മറുപടിയും ഭീഷ്മർ പറയുന്നതൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് അങ്ങനെ ആ സർവ സുഭഗനായി നിൽക്കുന്ന ആ പരമാനന്ദമൂർത്തിയായ സാക്ഷാൽ ആ നാരായണമൂർത്തി ഇങ്ങനെ ആ ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ് ഭീഷ്മരുടെ മുന്നിൽ. ആ ഭഗവാനെ നോക്കിക്കൊണ്ട് ഭഗവാന്റെ ആയിരക്കണക്കിന്, 10,000കണക്കിന്, കോടിക്കണക്കിന് ഗുണങ്ങളുണ്ട്. എങ്കിലും 1000 ഗുണങ്ങളാണ്, ഭഗവാന്റെ 1000 ഗുണങ്ങളാണ് സഹസ്രനാമം എന്ന രൂപത്തിൽ എഴുതപ്പെട്ടിരുന്നത് ശ്രീ വേദവ്യാസ മഹർഷിയാൽ നമുക്ക് സ്വന്തമായത്. അപ്പോൾ ആ ഭീഷ്മർ ഭഗവാനെക്കുറിച്ച് സ്തുതിക്കുകയാണ്. അപ്പോൾ ഒരു സ്തുതി, ഒരു നാമം, ഒരു ഗുണം അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാം. എങ്കിലും രണ്ടാമതും മൂന്നാമതും ഒക്കെ ആവർത്തിക്കുമ്പോൾ അതേ ഗുണം തന്നെയല്ല. ആദ്യം പറഞ്ഞ അതേ വാക്കാണെങ്കിലും അതിൻ്റെ ആ ഗുണം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം സംഭവിക്കും. അപ്പോൾ ആ ഗുണങ്ങൾ കേട്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണല്ലോ, ഒരാളെ കുറിച്ചാണല്ലോ ഈ പറയുന്നത് എന്നൊക്കെ നമുക്ക് നിസ്സാരമായിട്ടൊന്നും തോന്നാൻ പാടില്ല. കാരണം ആ ഒരാളെ ഉള്ളൂ ഇവിടെ. അതിൽ നിന്നുണ്ടായ അനേകങ്ങളാണ് ഇവിടെ കാണുന്ന എല്ലാ മനുഷ്യരായ നമ്മൾ ഉൾപ്പെടെ. അപ്പോൾ ആ ഒരെണ്ണത്തിനെ കുറിച്ചല്ലേ നമുക്ക് പറയാനുള്ളൂ. അനേകങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ അനേകത്തിനെ സൃഷ്ടിച്ച ഒന്നിനെക്കുറിച്ച് സംസാരിക്കുകയും അറിയുകയും അതിൻ്റെ ഗുണവിശേഷങ്ങൾ മനസ്സിലാക്കാൻ നമുക്കൊരു യോഗ്യതയുമില്ല. എങ്കിലും നമ്മൾ നമ്മുടെ ചെറിയ ബുദ്ധിയും അറിവും ഉപയോഗിച്ച് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്നു. നോക്കൂ, നമ്മൾ എത്ര വിഡ്ഢികളാണെന്ന് എനിക്ക് എപ്പോഴും തോന്നും. ഈ ബ്രഹ്മം, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ഇവിടുത്തെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡ ചൈതന്യത്തെയാണ് നമ്മൾ സഹസ്രനാമത്തിൻ്റെയും മറ്റു നാമങ്ങളുടെയൊക്കെ രൂപത്തിൽ അർത്ഥമൊക്കെ മനസ്സിലാക്കി വ്യവച്ഛേദിക്കാൻ തുടങ്ങുന്നത്. എന്തർത്ഥമാണ് നമ്മൾ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ ആർക്കാണ് അറിയാവുന്നത്? ഈ സഹസ്രനാമത്തിൻ്റെ അർത്ഥത്തിലാണോ ഭഗവാന്റെ ഗുണവിശേഷങ്ങൾ ഇരിക്കുന്നത്? അല്ല. ഭഗവാന്റെ കഴിവും ഭഗവാൻ ആരാണെന്നും ഭഗവാന് മാത്രമേ അറിവുള്ളൂ. ആ ഭഗവാനെ അളക്കാനും അറിയാനും ആ ഭഗവാന്റെ വലിപ്പം നിശ്ചയിക്കാനും അതിനെക്കുറിച്ചൊരു ബോധം വരാനും അദ്ദേഹം സൃഷ്ടിച്ച ഒരു മനുഷ്യകീടത്തിനൊന്നും കഴിയില്ല. ഇങ്ങനെ തന്നെ ഞാൻ സംബോധന ചെയ്യുന്നുള്ളൂ. മനുഷ്യരെന്ന് വെച്ചാൽ ഭഗവാന്റെ ആ സൃഷ്ടിയിലെ വെറും ഒരു കീടമായിട്ടുള്ള ഒരു ജീവി. ആ ജീവിക്ക് എങ്ങനെ ഭഗവാനെ, തന്നെ സൃഷ്ടിച്ച ഭഗവാന്റെ അനന്തകോടി ചൈതന്യം, ഈ പ്രപഞ്ചനാഥന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യതയുണ്ട്? അറിയാൻ എന്ത് അർഹതയുണ്ട്? അപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പൂർണ്ണതയുണ്ടോ? നിരന്തരം ഭഗവത് ധ്യാനത്തിൽ തന്നെ ആ സാരൂപ്യത്തിലിരിക്കുന്ന യോഗീശ്വരന്മാർക്ക് പോലും ഭഗവാന്റെ ചൈതന്യത്തെക്കുറിച്ചും അതിൻ്റെ ആ ഗാംഭീര്യതയെക്കുറിച്ചും ഒരല്പജ്ഞാനമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ വലിയ പുണ്യം. ഭഗവാൻ എന്താണെന്ന് ഭഗവാന് മാത്രമേ തിരിച്ചറിവുള്ളൂ. ആ ഭഗവാനെയാണ് നമ്മൾ അതിൽ വെറും 1000 നാമങ്ങൾ എടുത്ത് അതിൻ്റെ ഗുണം, ആ ഭഗവാന്റെ 1000 ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സഹസ്രനാമത്തിൽ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 19ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം വായിക്കാം. മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി അനിർദേശവപുഹു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിദിക്. മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി അനിർദേശവപു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിദൃക്. ഇതാണ് 19ാമത്തെ ശ്ലോകം. ഇതിൻ്റെ ഓരോ നാമങ്ങളായി എടുത്ത് നമുക്ക് നോക്കാം. മഹാബുദ്ധി, നമ്മളൊരു ബുദ്ധിമാനായ കുട്ടി ഒരു പരീക്ഷയ്ക്ക് ഏറ്റവും വലിയ ടഫായിട്ടുള്ള എക്സാമിനും പൂർണ്ണമായ മാർക്ക്. ഇപ്പോൾ +2 ബയോളജി സയൻസുകാരുടെ റിസൾട്ട് വന്നപ്പോൾ കുറേ കുട്ടികൾക്കൊക്കെ വളരെ വിഷമമായിരുന്നു. അതിൽ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ വളരെ ടഫായിരുന്നു. അതിനും ഫുൾ മാർക്ക് മേടിച്ച് എല്ലാ വിഷയങ്ങൾക്കും 6 വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടികളെക്കുറിച്ച് നമ്മൾ പറയൂ എന്തൊരു ബുദ്ധിമാനാണ്,
എല്ലാവരും ബയോളജി സയൻസിന് റിസൾട്ട് വന്നപ്പോൾ മോശം റിസൾട്ടിലൂടെ പോയിട്ടും ആ കുട്ടികളൊക്കെ ഫുൾ മേടിച്ചല്ലോ. അപ്പോൾ അവർക്ക് എന്തൊരു ബുദ്ധിയായിരിക്കും, എന്തൊരു കഴിവായിരിക്കും എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. എന്ന് പറഞ്ഞ് ഒരു പരീക്ഷ എഴുതാനുള്ള ആ ബുദ്ധിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ മഹാബുദ്ധി എന്ന് പറഞ്ഞത് എന്ത് ബുദ്ധിയാണ്? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനുള്ള ബുദ്ധി. ഇതൊരു പരീക്ഷ പാസ്സായ നമ്മൾ പറയാം ആ കുട്ടിക്കോ അല്ല മനുഷ്യനോ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നല്ല ബുദ്ധിയുണ്ട്, നല്ല തന്ത്രമായിട്ടുള്ള കണക്കുകളൊക്കെ വന്നാൽ അതിനെയൊക്കെ നല്ലതായിട്ട്. ഇപ്പം നീറ്റ് പരീക്ഷയിൽ ഏറ്റവും ടഫായിരുന്നു ഫിസിക്സ്. അപ്പോൾ അതും ഓവർകം ചെയ്ത് ഫുൾ മാർക്ക് മേടിക്കുന്ന കുട്ടിക്ക് എന്തൊരു ബുദ്ധിയായിരിക്കും എന്ന് നമ്മളിങ്ങനെ പറയും. പക്ഷേ അതൊരു പരീക്ഷ എഴുതാനുള്ള ബുദ്ധിയാണ്. ഭൂമിയിലെ ഒരു മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പരീക്ഷ, ഒരു സിസ്റ്റം, അതിനെ തരണം ചെയ്യാനുള്ള ബുദ്ധിയാണ്. പക്ഷേ അതൊന്നും അത് വെച്ച് നോക്കിയേ, ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര ജീവജാലങ്ങളാണ്. നമ്മളുടെ ഈ പൊട്ട കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എത്ര ജീവജാലങ്ങളെ കാണുന്നു ഒരു മനുഷ്യായുസ്സിൽ. പക്ഷെ ഭൂമിക്കടിയിലും ജലത്തിനടിയിലും പർവ്വതങ്ങളിലും മഹാവൃക്ഷങ്ങളിലും അതുപോലെ ആമസോൺ വനങ്ങളിലും എവിടെയൊക്കെയാണ്, വനാന്തരങ്ങളിലും ഒക്കെ എന്തുമാത്രം, മരുഭൂമിയിലൊക്കെ എന്തുമാത്രം ജീവജാലങ്ങളാണുള്ളത്. നമുക്കതിനെ വല്ലതും കാണാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ സറൗണ്ടിങ്സിലുള്ളത് മാത്രം കണ്ടിട്ട് നമ്മൾ മണ്ണടഞ്ഞു പോകുന്നു. അപ്പോൾ എത്ര ജീവജാലങ്ങൾക്കും അതിനെല്ലാം വൈരുദ്ധ്യവും കൊടുത്തിട്ട് മനുഷ്യൻ എന്ന കേവലം ഒരു സൃഷ്ടിയിൽ തന്നെ ഒരു കോടിക്കണക്കിന് വൈരുദ്ധ്യം സൃഷ്ടിച്ചു വെച്ചിട്ട് ഇത്രയും വൈരുദ്ധ്യമായ ആ ഒരു ജീവപ്രകൃതിയെ ഇവിടെ സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് വെച്ച ഭഗവാന്റെ ബുദ്ധിയെ ഒന്ന് ഓർത്തു നോക്കൂ. അതാണ് മഹാബുദ്ധി. അപ്പോൾ ആ മഹാബുദ്ധിക്ക് അർഹനാരാണ്? ഭഗവാനല്ലേ ഉള്ളൂ. അതാണ് മഹാബുദ്ധി. അടുത്തത് മഹാവീര്യ എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിന് മഹാവീര്യം, ആ ഭഗവാന്റെ വീര്യത്തിൽ നിന്നാണ് ഈ മഹാപ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ച ഉൽപ്പത്തിക്ക് കാരണമായ ഭഗവാന്റെ വീര്യത്തെയാണ് മഹാവീര്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുവാനുള്ള ഭഗവാന്റെ ആ അചഞ്ചലമായ ആ അമേയമായ അനർഘമായ വീര്യത്തെക്കുറിച്ചാണ് മഹാവീര്യ എന്ന നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് മഹാശക്തി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഇതുപോലെ ഒരു പ്രപഞ്ചത്തെ ഇവിടെ സൃഷ്ടിക്കാൻ ആദി കാരണമാകാൻ കാര്യമായിട്ടുള്ളൂ. അപ്പോൾ ആ മഹാശക്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ ആ മഹാശക്തി, ആ മഹാസാമർഥ്യം, അതാണ് മഹാശക്തി. അപ്പോൾ മഹാബുദ്ധി, മഹാവീര്യ, മഹാശക്തി, പിന്നെയോ മഹാദ്യുതി. ദ്യുതി എന്ന് വെച്ചാൽ എന്താണ്? പ്രകാശമാണ് ദ്യുതി. അപ്പോൾ മഹാദ്യുതി എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ തേജസ് കൊടുക്കുന്ന ആ ഒരു മഹാശക്തിയാണ് ഭഗവാൻ. തേജസ്സാണ് ഭഗവാൻ. പ്രപഞ്ചത്തിന് തേജസ് അല്ലെ പ്രകാശം കൊടുക്കുന്നത് ആരാണ്? നമ്മൾ പറയും സൂര്യനാണ്, രാത്രിയിൽ ചന്ദ്രനാണ് എന്നൊക്കെ പറയും. ആ സൂര്യചന്ദ്രന്മാർക്ക് തേജസ്സും ശീതളുമയും ഒക്കെ കൊടുത്തത് ആരാണ്? ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം സൂര്യൻ വന്ന് ഭൂമിയുടെ ആരംഭത്തിൽ വന്ന് ആകാശത്ത് വന്ന് അല്ല അന്തരീക്ഷത്തിൽ ഇങ്ങനെ വന്ന് നിന്നോ? ചന്ദ്രൻ വേറൊരിടത്ത് വന്ന് നിന്നോ? ചന്ദ്രൻ്റെയൊക്കെ ജനനത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആരുടെ മകനാണ് ചന്ദ്രൻ എന്നൊക്കെ, സൂര്യനെക്കുറിച്ചും എല്ലാം. അപ്പോൾ ഇതൊക്കെ ആരുടെ നിർദ്ദേശമനുസരിച്ചാണ്? സൂര്യന് ചൂടും പ്രകാശവും, ചന്ദ്രന് തണുപ്പും ശീതളുമയും ഒക്കെ കൊടുത്തത്, സമുദ്രത്തിന് ലവണത്വം കൊടുത്തത്, പർവ്വതത്തിന് കാഠിന്യം കൊടുത്തത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരം ഗുണങ്ങൾ തന്നത്, ത്രിഗുണങ്ങൾ തന്നത്, വൃക്ഷങ്ങൾക്കും പക്ഷികൾക്കും അതാതിൻ്റെ സ്വഭാവം കൊടുത്ത് നിയന്ത്രിക്കുന്നത്. ആരെ പേടിച്ചാണ് ഇവരൊക്കെ ഈ അതാതിൻ്റെ ചിട്ടയിലൂടെ ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിക്കൂ. ഇതൊക്കെയാണ് ആലോചിക്കേണ്ടത്. ഈ ഏകാദശി ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കാട് കയറി മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് ആലോചിക്കണം, പ്രപഞ്ചത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രപഞ്ചം തന്നെയല്ലേ ഏറ്റവും വലിയ ഈശ്വരൻ. നമുക്ക് കാണപ്പെടുന്ന ദൈവമാണത്. നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിലെ ഒരു എനർജി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ പല രൂപങ്ങളിൽ ഇങ്ങനെ ആരാധിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള രൂപങ്ങളിലൊക്കെ നാം ആരാധിച്ച് ഹൃദയസ്ഥനാക്കി വെക്കുന്നു. എന്നാൽ പക്ഷേ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുന്ന ഈശ്വരനാണ് പ്രകൃതി.
ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാം നമുക്ക് ഈശ്വരനാണ്. സൂര്യൻ്റെ വെളിച്ചം, ആ സൂര്യനില്ലെങ്കിൽ സവിതാവില്ലെങ്കിൽ ഈ ലോകമുണ്ടോ? ഇവിടെ കർമ്മങ്ങൾ വല്ലതും നടക്കുമോ? അപ്പോൾ ഭഗവാൻ നമുക്ക് പ്രത്യക്ഷീകരിക്കുകയാണ്. കോടിക്കണക്കിന് അകലെ നിൽക്കുകയാണ് സൂര്യൻ. പക്ഷെ അവിടെ നിന്ന് വരുന്ന ആദ്യത്തെ ആ രശ്മി പോലും നമ്മുടെ മുറിയിലേക്ക് വന്ന് നമ്മുടെ മുഖത്തേക്ക് അടിക്കും. ഏതെങ്കിലും ഒരു ദ്വാരത്തിലൂടെ അനേകം മരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണെന്നിരിക്കട്ടെ, നമ്മുടെ മുന്നിൽ ഒരു വനത്തിലാണ് നാം നിൽക്കുന്നതെന്ന് കരുതുക. ആ ഇടതൂർന്ന വൃക്ഷങ്ങളുടെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ദ്വാരം, ഒരു ഹോൾ ഉണ്ടെങ്കിൽ അതിലൂടെ ആ സൂര്യരശ്മികൾ അരിച്ച് നമ്മുടെ മുഖത്തേക്ക് വന്ന് പതിക്കും. അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുപോലെയാണ്, എത്രയോ കോടിക്കണക്കിന് അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. നമുക്ക് മറ്റൊരു ശാസ്ത്രം അതിൻ്റെ അകലം എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ആ അകലം യഥാർത്ഥ അകലമാണോ? യഥാർത്ഥ കിലോമീറ്റർ ആണോ? സൂര്യൻ്റെ അടുക്കലെങ്ങാനും പോയി നിന്ന് അളന്നെടുക്കാൻ പറ്റുമോ? ഒരു ഉദ്ദേശമല്ലേ എഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലെ ശാസ്ത്രം എന്ന് പറയുന്നതല്ല ഒരു ഉദ്ദേശമാണ്. എന്നാൽ ആത്മീയത എന്ന് പറയുന്നത് പ്യുവർ സത്യം, അത് സയൻസാണ്. അത് വളരെ വളരെ കറക്റ്റാണ്. സത്യമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ആത്മീയ പുസ്തകങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം. സയൻസ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരൊരു ഉദ്ദേശത്തിന് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. മനുഷ്യന്റെ ചെറിയ ബുദ്ധിയിൽ, അവന്റെ ചിന്തയിൽ. ആ മനുഷ്യനിൽ തന്നെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളവരല്ലേ സയന്റിസ്റ്റുകളും ശാസ്ത്ര ഗവേഷകരൊക്കെ ആയി മാറുന്നത്. അവർക്ക് കിട്ടുന്ന ആ ഒരു തുള്ളി ബുദ്ധിയിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങളാണ് അവർ എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ വലിയ ഘോഷത്തോടുകൂടി ഇത്രയും കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ, ഇത്ര കിലോമീറ്റർ അകലെയാണ് സൂര്യൻ എന്നൊക്കെ പറയുന്നത്. അത് വല്ല സത്യമാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? പക്ഷേ നമ്മുടെ ഭാഗവതത്തിൽ പ്രപഞ്ചഘടനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ഓരോന്നിൻ്റെയും കിലോമീറ്റർ അകലം, വ്യത്യാസം ഓരോന്നും എഴുതി വെച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്തായിരുന്നു? മഹാദ്യുതി. അപ്പോൾ ലോകത്തിന് മുഴുവൻ, പ്രപഞ്ചത്തിന് മുഴുവൻ പ്രകാശം, ദ്യുതി പരത്തുന്ന ആ ഭഗവാന്റെ ദിവ്യ തേജസ്. അടുത്ത നാമമാണ് നിർദ്ദേശ വപുഹു. നിർദ്ദേശ വപുഹു. വപു എന്ന വാക്ക് മുൻപും വന്നതായിരുന്നു. വപുഹു. വപു എന്നാൽ എന്താണ്? ശരീരമാണ്. നിർദ്ദേശിക്കാൻ സാധിക്കാത്തത്. എന്നാൽ അവിടെ വിരോധമാണ് വരുന്നത്. നിർദ്ദേശ വപുഹു. നിർദ്ദേശിക്കാൻ കഴിയാത്ത ശരീരത്തോട്, അതായത് നിശ്ചയിക്കാൻ കഴിയാത്ത, നമുക്കൊന്ന് ഒരു നിശ്ചയം പറയാൻ ഇത്രയും വലിപ്പം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ഏറ്റവും വലിയ ജീവിയെയൊക്കെ നമ്മൾ കണ്ടാലും, തിമംഗലത്തെയോ ആനയോ ഒക്കെ കണ്ടാലും നമ്മൾ ഇത്രയും വലിപ്പം ഉണ്ടായിരിക്കും. കാരണം നമ്മളതിനെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഏകദേശമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അറിയാൻ കഴിയും അതിൻ്റെ വലിപ്പം. അല്ലെ, ഹിമാലയത്തിൽ, കൈലാസത്തിലൊക്കെ പോയവർക്ക് അതിൻ്റെയൊക്കെ ഒരു വലിപ്പം ഏകദേശവും ഒരു ഭാഗത്തിൻ്റെയെങ്കിലും കണ്ട ഭാഗത്തിൻ്റെയെങ്കിലും ഊഹിക്കാൻ കഴിയും. എന്നാൽ ഭഗവാൻ, ഇതെല്ലാം സൃഷ്ടിച്ച ഭഗവാന്റെ വലിപ്പം വല്ലതും ഊഹിക്കാൻ കഴിയുമോ ആർക്കെങ്കിലും? ഭഗവാനെ പൂർണ്ണനായിട്ട് ആര് കണ്ടു? കണ്ടവർ കണ്ണടച്ചു. ഭഗവാനെ പൂർണ്ണമായി കാണിച്ചു കൊടുത്തതാണ് വിശ്വരൂപ ദർശനം. അത് അപ്പോൾ തന്നെ അർജുനൻ അതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ഭഗവാന്റെ പഴയ എന്നെ സ്നേഹിതനായി കാണുന്ന ആ കോമള രൂപത്തിൽ തന്നെ ഭഗവാൻ വന്നാൽ മതി എന്ന് പറഞ്ഞ് അർജുനൻ നിലവിളിച്ചു. അപ്പോൾ ഭഗവാൻ അർജുനന് കാണാൻ പറ്റുന്ന വിധത്തിൽ ചുരുങ്ങിയ രൂപത്തിലാണ് വിശ്വരൂപം, വിരാട് രൂപം കാണിച്ചു കൊടുത്തത് തന്നെ. എന്നിട്ട് പോലും ആ പ്രത്യേകമായ മാംസചക്ഷുസിന് പകരം ദിവ്യ ചക്ഷുസ് കൊടുത്താണ് കാണിച്ചത്. എന്നിട്ടും അർജുനൻ അതൊന്നും താങ്ങാൻ കഴിഞ്ഞില്ല. അർജുനൻ നമ്മെ പോലെയാണോ? എത്രയോ വ്രതവും തപസ്സനുഷ്ഠിച്ച് മഹാരഥൻ, പരമശിവനിൽ നിന്ന് വരെയും അസ്ത്രങ്ങളൊക്കെ സമ്പാദിച്ചവനാണ്. അങ്ങനെ ഓരോരുത്തരുടെ അനുഗ്രഹം മേടിച്ച ആളാണ്. അത്രയും ആ കാലഘട്ടത്തിൽ, അതായത് ദ്വാപരയുഗത്തിൽ ജീവിച്ച് ഭഗവാനോടൊപ്പം ജീവിച്ചിരുന്ന ദിവ്യ പുരുഷനാണ് അർജുനൻ. എന്നിട്ട് പോലും അർജുനൻ ആ ദിവ്യ ദർശനം ഭഗവാൻ കൊടുത്തിട്ട് പോലും അത് അർജുനന് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് സങ്കല്പത്തിനൊക്കെ വല്ലതും പറ്റുമോ? അവരുടെ സങ്കല്പത്തിലെങ്ങാനും ഭഗവാന്റെ വലിപ്പത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ വല്ലതും പറ്റുമോ? അതുകൊണ്ടാണ് ആ നിർദ്ദേശ്യ വപുഹു, നിർദ്ദേശിക്കാൻ കഴിയാത്ത വപു ശരീരത്തോട് കൂടിയവൻ. ആർക്കും
ഭഗവാന്റെ വലിപ്പത്തെക്കുറിച്ച് നിർദ്ദേശിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കാൻ കഴിയില്ല. അടുത്തത് ശ്രീമാൻ. ശ്രീമാൻ, ശ്രീ എന്നാൽ എന്താണ്? ഐശ്വര്യം. അപ്പോൾ ഐശ്വര്യ ലക്ഷണയുക്തനായിട്ടുള്ള ഭഗവാൻ, അതായത് ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവിക്ക് ഇരിപ്പിടം കൊടുത്തത് ഭഗവാന്റെ മാറിടത്തിലാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാനം ലോകത്തുണ്ടോ? ഭക്തർക്കും ഭഗവാൻ ആ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കും. എപ്പോഴാണ്? ഭഗവാന്റെ ഹൃദയത്തിലിരിക്കാൻ യോഗ്യത നേടുന്ന അവസരത്തിൽ. അപ്പോൾ ശ്രീമാൻ, ശ്രീയെ അതായത് ഐശ്വര്യ ദേവതയെ സ്വീകരിച്ച് അതിനോട് ഉള്ള ആ ഐശ്വര്യ ദേവതയായ ലക്ഷ്മിക്ക് അനുചിതനായിരിക്കുന്ന ഭഗവാൻ. അടുത്തത് അമേയാത്മാ. അമേയ ആത്മാ, അമേയമായ, അതായത് അമേയം എന്ന് വെച്ചാൽ എന്തുവാണ്? അളക്കാൻ കഴിയാത്ത അമേയം. അമേയമായ, അതായത് അളക്കാൻ കഴിയാത്ത വിധം ഉള്ള ആത്മാ. ആത്മാ എന്ന് വെച്ചാൽ എന്താണ്? ആ ബുദ്ധിശക്തി അല്ലെങ്കിൽ ആത്മനിയന്ത്രണം. ബ്രഹ്മത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ പരബ്രഹ്മ തേജസ്സാണ് ആ ആത്മ. അമേയമായ ആത്മാവോട് കൂടിയവൻ, അതായത് അളക്കാൻ കഴിയാത്ത ബുദ്ധിയുള്ളവൻ, ശക്തിയുള്ളവൻ, വീര്യമുള്ളവൻ, ബ്രഹ്മത്തെ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ നമുക്ക് വ്യവച്ഛേദിക്കാം. അമേയാത്മാ. അടുത്തത് മഹാ അദ്രി ദൃക്. മഹാദ്രി ദൃക്, മഹാ അദ്രി, ഏറ്റവും വലിയ. ഇപ്പം മഹാ എന്നുള്ള പദം നമ്മൾ മഹാശക്തി, മഹാബുദ്ധി, മഹാവീര്യ, മഹാദ്യുതി, നമ്മൾ മഹാബലഹ, മഹോത്സാഹ, മഹാമായ എന്നൊക്കെ നമ്മൾ ഭഗവാനെക്കുറിച്ച് ഇപ്പം ഒത്തിരി നാമങ്ങൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. അപ്പോൾ മഹാ അദ്രി ദൃക്, അദ്രി പർവ്വതം, മഹാ അദ്രി. ആ ദൃക് എന്ന് വെച്ചാൽ അതിനെ ധരിക്കുക, മഹത്തായ പർവ്വതങ്ങളെ ധരിക്കുന്നവൻ എന്ന അർത്ഥം. മഹത്തായ പർവ്വതങ്ങളെ എപ്പോഴാണ് ഭഗവാൻ ധരിച്ചത്? മന്ധരപർവ്വതത്തെ ഭഗവാൻ ഒരിക്കൽ ധരിച്ചു. അതെന്നാണോ? ആമയായിട്ട് മന്ധരപർവ്വതത്തെ ഉയർത്തി. പർവ്വതത്തെ ആമയുടെ രൂപത്തിൽ വന്ന് ഭഗവാൻ ഉയർത്തി. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഭാഗവതത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അറിയാവുന്ന കാര്യമാണ്. എപ്പോഴായിരുന്നു? നമ്മൾ ദേവന്മാരും അസുരന്മാരും കൂടി അമൃതിനു വേണ്ടി ആ മന്ധരപർവ്വതത്തെ കടക്കോലാക്കിയ സമയത്ത് ആ പർവ്വതം കടലിലേക്ക് താണു പോയപ്പോഴാണ് അതിനെ ആമയുടെ രൂപത്തിൽ ഭഗവാൻ വന്ന് അങ്ങനെ കൂർമാവതാരം കൈക്കൊണ്ട് ഭഗവാൻ ഭൂമിയെ ഉയർത്തിയത്. അപ്പോൾ ആ മഹാപർവ്വതമായ മന്ധരപർവ്വതത്തെ ഭഗവാൻ ഉയർത്തി. അതാണ് മഹാ അദ്രി ദൃക്. മഹത്തായ വലിയ മഹാപർവ്വതങ്ങളെയൊക്കെ ഉയർത്തുന്നവൻ, അതൊക്കെ സ്വന്തം ശരീരത്തിൽ ധരിക്കുന്നവൻ എന്ന് പറയാം. അതുപോലെ തന്നെ പിന്നെയും ഭഗവാൻ പർവ്വതത്തെ ധരിച്ചിട്ടുണ്ട്. എപ്പോഴാണത്? ഗോവർദ്ധനഗിരിയെ, അതായത് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരം ചെയ്തപ്പോൾ ദേവേന്ദ്രൻ മഴ പെയ്യിച്ച് ആ വൃന്ദാവന നിവാസികളെ മുഴുവൻ പ്രളയത്തിൽ കഷ്ടപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ അവർക്ക് രക്ഷകനായി. അങ്ങനെയാണ് ഭഗവാൻ ഗോവിന്ദൻ എന്ന പേര് തന്നെ അവിടെ ലഭിക്കുന്നത്. ഭൂമിയുടെ രക്ഷകനായി ഭഗവാൻ മാറി, ഗോകുലത്തിൻ്റെ രക്ഷകനായി ഭഗവാൻ മാറി. അപ്പോൾ ആ തൻ്റെ ഒരു ചെറുവിരൽ, ആ ചെറുവിരലിൽ പോലും തൂക്കാനില്ല ആ പർവ്വതം. അപ്പോൾ ഒരു ചെറുവിരലെങ്കിലും വെറുതെ ഇങ്ങനെ കാണിച്ചതാണ് അതിലൊന്ന് പൊക്കി വെക്കുന്നതായിട്ട്. ആ വിരലിൽ പൊക്കണോ? ഭഗവാൻ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ തന്നെ ഗോവർദ്ധനഗിരി പൊങ്ങി വരില്ലേ? അതൊരു കുട പോലെ അവിടെ ഇങ്ങനെ നിൽക്കില്ലേ? എങ്കിലും മനുഷ്യരൂപത്തിൽ ഭഗവാൻ അവതരിച്ചപ്പോൾ ഒരു വിരൽ പൊക്കി നിർത്തി ഞാൻ എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ വിരൽ ഒന്ന് ഉയർത്തി, അതിനെ ഒന്ന് നിവർത്തി വെച്ചത്. ആ വിരൽ പോലും ഉപയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. ഭഗവാന്റെ മനസ്സിൽ ചിന്തിച്ചാൽ മതി ഗോവർദ്ധനഗിരിയൊക്കെ ഉയർന്ന് അവിടെ എല്ലാ ജനങ്ങൾക്കും ആ ജലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ മഹാപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ ആ ഗോവർദ്ധനഗിരിയെയും മന്ധരപർവ്വതത്തെയൊക്കെ സ്വന്തം ശരീരത്തിൽ ധരിച്ചവനായതുകൊണ്ടാണ് മഹാ അദ്രി ദൃക് എന്ന നാമം ഭഗവാന് യോജ്യം. അപ്പോൾ നമ്മൾ 19ാമത്തെ ശ്ലോകമായിരുന്നു നോക്കിയത്. മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതി അനിർദ്ദേശ്യ വപുഃ ശ്രീമാൻ അമേയാത്മാ മഹാ അദ്രി ദൃക്.
ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകം നോക്കാം. മഹേശ്വാസോ മഹീഭർത്ര ശ്രീനിവാസ സദാംഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബതി. മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധ സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംബതി. ഈ നാമങ്ങളുടെയൊക്കെ അർത്ഥം നമുക്ക് വിശദമായിട്ട് നോക്കാം. മഹേശ്വാസ, മഹേശ്വാസ, ഇശ്വാസ എന്ന് വെച്ചാൽ അസ്ത്രപ്രയോഗത്തിൽ വളരെ നിപുണൻ ആയിട്ടുള്ളവനെയാണ് വിശ്വാസ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇശ്വാസയാണ്. അസ്ത്രപ്രയോഗത്തിൽ ഏറ്റവും മഹാനായിട്ടുള്ള, ഏറ്റവും ഈ ഭൂമിയിൽ നമ്മൾ കേട്ടിട്ടുള്ള വളരെ വലിയ വീരന്മാർ, അർജുനാണ് ഏറ്റവും വലിയ അസ്ത്രപ്രയോഗം, പിന്നെ കർണൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവരെയൊക്കെ സൃഷ്ടിച്ച ഭഗവാനാണ്. അവർക്ക് ആ ജ്ഞാനത്തിൻ്റെ ഒരു തുള്ളി വെളിച്ചം കൊടുത്തത് ഭഗവാനാണ്. അപ്പോൾ മഹാനായ അസ്ത്രപ്രയോഗ വിദഗ്ധൻ എന്ന് തന്നെ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാം മഹേശ്വാസ എന്ന നാമത്തിലൂടെ. അടുത്തത് മഹീഭർത്താഹ. മഹി എന്താണ്? ഭൂമി. മഹീതലം എന്ന് വെച്ചാൽ ഭൂമിയാണ്. മഹിയുടെ ഭർത്താവായിരിക്കുന്നവൻ, അതായത് ഭൂമിദേവിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ, ഭൂമിദേവിയെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നവൻ. അതായത് ഭർത്ത എന്ന വാക്കിനർത്ഥം ഭരിക്കുന്നവൻ എന്നല്ല, രക്ഷിക്കുന്നവൻ എന്നാണ്. ആ വാക്ക് തെറ്റായിട്ട് ഭരിക്കുന്നവനായി മാറി. ഭർത്താവ് എന്ന് വെച്ചാൽ ഭരിക്കുന്നവൻ, ഭാര്യ എന്ന് വെച്ചാൽ ഭരിക്കപ്പെടേണ്ടവൾ, ഇങ്ങനെയൊക്കെയായി മാറി, അധപ്പതിച്ചു. എന്നുവെച്ചാൽ സംരക്ഷിക്കേണ്ടവൻ എന്നാണ് ഭർത്ത എന്ന വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, പുരാണ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പം മഹിയുടെ ഭർത്താവായിരിക്കുന്നവൻ, മഹിയെ രക്ഷിച്ചിരിക്കുന്നവൻ, ഭൂമിയെ രക്ഷിക്കുന്ന ആ മഹാപുരുഷൻ. എപ്പോഴാണ് ഭൂമിയെ രക്ഷിച്ചത് ഭഗവാൻ? വരാഹ അവതാരത്തിൽ. ഹിരണ്യാക്ഷൻ ഭൂമിയെ എടുത്തുകൊണ്ട് പാതാള ലോകത്തേക്ക് പോയപ്പോൾ വരാഹമായി വന്ന് ഭഗവാൻ ഭൂമിയെ തൻ്റെ തേറ്റമേൽ രക്ഷിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടിരുത്തിയ കാര്യം ഭാഗവതത്തിൽ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഹീഭർത്ത. അടുത്തത് ശ്രീനിവാസ. ശ്രീനിവാസ എന്നൊന്നിച്ച് വായിക്കേണ്ട, ശ്രീനിവാസ, ശ്രീയെ നിവാസമാക്കിയിട്ടുള്ളവൻ, അല്ലെങ്കിൽ ലക്ഷ്മി ദേവി. നിവാസം എന്ന് വെച്ചാൽ എന്താണ്? നിവാസം എന്ന് വെച്ചാൽ ഇരിപ്പിടം അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ ശ്രീ ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയുടെ നിവാസ സ്ഥാനമായിട്ടുള്ളവരാണ് ശ്രീനിവാസ. അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിട സ്ഥാനമായിട്ടുള്ള ആ ഭഗവാൻ. അപ്പോൾ ഭഗവാനെ വിളിച്ചാൽ പോരെ, അവിടെ ലക്ഷ്മിയുടെ നിവാസമുള്ള ആളാണ് ഭഗവാൻ. ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ സ്ഥാനം, അല്ലെ ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന സ്ഥാനം ഭഗവാന്റെ മാറിടമാണ്. അപ്പോൾ ആ ഭഗവാനെ വിളിച്ചാൽ തന്നെ ലക്ഷ്മി ദേവി അവിടെ സന്നിഹിതയാകും ഭഗവാനോടൊപ്പം. അടുത്തത് സതാംഗതി എന്ന് വെച്ചാൽ സത്തുക്കളായിട്ടുള്ള ജനങ്ങൾക്ക് മുക്തിയെ പ്രദാനം ചെയ്യുന്ന ആ ഭഗവാൻ. സതാംഗതി എന്ന് വെച്ചാൽ സത്തുക്കൾക്ക് ഗതി കൊടുക്കുന്നവൻ, ഗതി, മാർഗം, മുക്തി ഒക്കെ കൊടുക്കുന്നവനാണ്. സത്തുക്കൾ എന്ന് വെച്ചാൽ ആരാണ്? ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി കഠിനമായ തപസ്സനുഷ്ഠിച്ച് അത് തന്നെ ഏകലക്ഷ്യമായി ജീവിക്കുന്ന മഹത്തുക്കളായിട്ടുള്ള മനുഷ്യരാണ് സത്തുക്കൾ. ആ സത്തുക്കൾക്ക് മുക്തിയെ, മോക്ഷമാർഗത്തെ പ്രദാനം ചെയ്യുന്നവൻ സതാംഗതി. അടുത്തത് അനിരുദ്ധ എന്ന് ചേർത്ത് പറയാം. നിരുദ്ധം എന്ന് വെച്ചാൽ എന്തുവാണ്? തടുക്കപ്പെടാൻ കഴിയാത്ത. നിരുദ്ധം എന്ന് വെച്ചാൽ തടുക്കുക എന്നാ. നിരുദ്ധം എന്ന് വെച്ചാൽ തടുക്കപ്പെടാൻ കഴിയാത്ത, ആരാലും ഒന്നിനാലും തടുക്കപ്പെടാൻ കഴിയാത്തവൻ അല്ലേ? അതല്ലേ ഭഗവാൻ സൃഷ്ടിച്ച ഓരോ സൃഷ്ടിക്കും ഭഗവാനെ തടുത്തു നിർത്താൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഒരാൾ അങ്ങനെ ഞാനാണ് ഭഗവാനെന്നും പറഞ്ഞ് ആക്രോശിച്ച് നടന്നു. ആരായിരുന്നു? ഹിരണ്യകശിപു. ഞാനാണ് ഏറ്റവും വലിയ ഭഗവാൻ, എനിക്ക് മരണമില്ലാത്തവനാണല്ലോ ഭഗവാൻ. ഞാൻ രാത്രിയിൽ മരിക്കില്ല, പകൽ മരിക്കില്ല, അകത്തു മരിക്കില്ല, പുറത്തു മരിക്കില്ല, ഈ ഭൂമിയിൽ എവിടെയും കിടന്ന് ഞാൻ മരിക്കില്ല. എന്നെ മനുഷ്യൻ കൊല്ലത്തില്ല, മൃഗം കൊല്ലത്തില്ല, അങ്ങനെ രാത്രിയിൽ മരിക്കില്ല, പകൽ മരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വരവെല്ലാം വാങ്ങി. അപ്പോൾ ഞാൻ ദൈവത്തിനേക്കാളും കേമനായി.
ദൈവമല്ലേ ഒരിക്കലും മരിക്കാത്ത, ഒരിക്കലും മരണമില്ലാത്ത, ഇവിടെ എന്നും നിലനിൽക്കുന്ന ശക്തി ഭഗവാനല്ലേ. അപ്പോൾ ഞാൻ ഭഗവാനായി, എനിക്കിങ്ങനെയൊക്കെയുള്ള വരങ്ങൾ ലഭിച്ചത് കൊണ്ട് എന്ന് എന്ത് ചെയ്യുന്നു എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. അതും കേവലം ഒരു മനുഷ്യനായിരുന്നു. ആരാ? ഹിരണ്യകശിപു. മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ അവനെ? അത്രയ്ക്കും ക്രൂരനായ ഒരു രാക്ഷസൻ. പക്ഷേ ഈശ്വരനെ പോലെ ഒരിക്കലും മരിക്കില്ലെന്നും പറഞ്ഞ് തപസ് അനുഷ്ഠിച്ചിട്ട്, വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് വരം വാങ്ങിച്ചിട്ടും ഒരു നാൾ ഭഗവാൻ ഈ പറഞ്ഞതിനൊക്കെ ഉപരിയായി വന്ന് അവൻ്റെ മാറ് പിളർന്ന് അവൻ്റെ കുടൽമാല എടുത്ത് കഴുത്തിൽ ധരിച്ചില്ലേ? അപ്പോൾ ഒരിക്കലും തടസ്സപ്പെടുത്താൻ ആർക്കും തടുക്കപ്പെടാൻ വയ്യാത്തവനാണ് ഭഗവാൻ. ആ ഗുണമാണ് ഭഗവാനുള്ളത്. അടുത്തത് സുരാനന്ദ. സുരാനന്ദൻ എന്ന് വെച്ചാൽ എന്തുവാണ്? സുരൻ എന്ന് വെച്ചാൽ അറിയാം, സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവൻ. സുരന്മാരെന്ന് വെച്ചാൽ ആരാണ്? ദേവന്മാർ. ദേവന്മാരെ എങ്ങനെയാണ് ആനന്ദിപ്പിക്കുന്നത്? ഭഗവാൻ എവിടെ നിന്ന് കോമാളിത്തം കാണിക്കുമോ? ഇല്ല. ഓരോ അവസരത്തിൽ ദേവന്മാർക്ക് ഓരോ ദുരിതമുണ്ടാകുമ്പോൾ ഭഗവാൻ ഓരോ അവതാരമെടുത്ത് അവരെ രക്ഷിക്കും. ഒരുപാട് കഷ്ടപ്പെട്ട് ദേവന്മാരുടെ വാർദ്ധക്യം മാറ്റാൻ വേണ്ടിയിട്ട്, ജരാനരകൾ മാറ്റാൻ വേണ്ടി, അമൃതിന് വേണ്ടി ഭഗവാൻ മാർഗം ഉപദേശിച്ചു കൊടുത്തു. അമൃത് കിട്ടിയപ്പോഴോ അത് എടുക്കാൻ മിടുക്കുള്ളവൻ എടുത്തുകൊണ്ട് ഓടിപ്പോയി. അപ്പോഴോ അവിടെയും ഭഗവാൻ എന്ത് ചെയ്തു? മോഹിനിയുടെ അവതാരം സ്വീകരിച്ചു, ദേവന്മാരെ സന്തോഷിപ്പിച്ചു, അവർക്ക് രക്ഷ കൊടുത്തു. അതുപോലെ തന്നെ ഭൂമിയിലും ദേവലോകത്തും ഒക്കെ നാശനഷ്ടങ്ങളും ദുരിതങ്ങൾ. രാവണൻ തന്നെ ഒരു ഉദാഹരണമല്ലേ? ത്രിലോകങ്ങളും അടക്കിയാണ് ദേവേന്ദ്രൻ്റെ സ്ഥാനവും കളഞ്ഞ് എല്ലാവർക്കും ഉപദ്രവമായി നടക്കുന്ന രാക്ഷസന്മാർ, അസുരവംശങ്ങൾ. അവരിൽ നിന്നെല്ലാം ഭൂമിയെയും സ്വർഗത്തെയും പാതാളത്തെയും എല്ലാം രക്ഷിക്കുന്ന ആരാണ്? ത്രിലോകങ്ങൾക്കും രക്ഷ കൊടുത്ത് ദേവന്മാർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുന്നത് ആരാണ്? ഭഗവാനാണ്. വാമനാവതാരം ഇല്ലേ? നരസിംഹാവതാരം. ഏതെല്ലാം അവതാരങ്ങൾ ഭഗവാൻ എടുത്തോ ആ അവതാരങ്ങളിലെല്ലാം ദേവന്മാർക്കും വളരെ അവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയാണ്. അവർ ഭഗവാന്റെ മുമ്പിൽ വന്ന് കരയുമ്പോഴാണ് മിക്കപ്പോഴും ഭഗവാൻ ഓരോ അവതാരം എടുക്കുന്നത്. അങ്ങനെ സുരന്മാരെ ആനന്ദിപ്പിക്കുന്നവനാണ് സുരാനന്ദൻ. സുരാനന്ദ. അടുത്തതോ ഗോവിന്ദ. ഗോക്കളെ വിന്ദനം ചെയ്യുവാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ഉള്ള ഗുണമുള്ളവൻ. ഗോക്കൾ എന്ന് വെച്ചാൽ ഇവിടെ പശു രൂപത്തിലാണ് ദേവി ഭഗവാന്റെ മുന്നിൽ ചെന്ന് ഭൂമിദേവി തൻ്റെ പരിദേവനെ അറിയിക്കുന്നത്. അങ്ങനെ ഗോവിന്ദൻ എന്ന വാക്ക് ഭൂമിയെ സംരക്ഷിക്കുന്നവൻ, ഭൂമിദേവിയുടെ സംരക്ഷകൻ. അതുകൊണ്ടാണ് ഭൂമിദേവിയുടെ ഭർത്താവ് എന്നൊക്കെ പറയുന്നത്. എന്താണ് ഈ ഭർത്താവ്? മുമ്പ് ഞാൻ പറഞ്ഞ് സംരക്ഷിക്കപ്പെടുന്നതിനെയാണ്. അപ്പോൾ ഇവിടെ ഗോക്കളെ, ഗോകുലത്തെ എന്ന് വെച്ചാൽ ആ ഒരു പ്രദേശത്തെ എന്നല്ല, ഈ ഭൂമിയെ മുഴുവൻ എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ആള് ഗോവിന്ദ. അടുത്തത് ഗോവിതാം പതിഹി. ഗോവിതാം പതിഹി ആ വാക്കിനർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൗവിത്, ഗൗ എന്ന വാക്കാണ് അതിൻ്റെ ധാതു. ആ വാക്കിനർത്ഥം ആ വാക്കിനെ അറിയുന്നവനെന്നാണ്. വാക്കിനെ അറിയുന്നവർ, അതാണ് ഗോവിതാം പതി. അപ്പോൾ വാക്ക് അല്ലെ ഗോവിദ് എന്ന് പറഞ്ഞാൽ വാക്കിനെ അറിയുന്ന എന്നാണ്. ആ വാക്കെന്ന് പറയുന്നത് എന്താണ്? വാക്കിനെ അറിയുന്നത് വേദങ്ങളാണ്. എല്ലാ അറിവിൻ്റെ ഉറവിടം വേദങ്ങളാണ്. ആ വേദങ്ങളെ അറിയുന്ന ആ മഹത്തുക്കളുടെ പതിയാണ് ഭഗവാൻ. അതായത് വേദങ്ങളെ അറിയുന്നവർ ശ്രേഷ്ഠരായിട്ടുള്ള ആത്മീയ തലത്തിൽ ഉയർന്ന നിലയിൽ എത്തുന്നവരാണ്. ആ വേദങ്ങളിൽ ഇരിക്കുന്ന അറിവ് മുഴുവൻ ഗ്രഹിച്ചതിന് ശേഷം വേദാന്തങ്ങളായിട്ടുള്ള ഉപനിഷത്തിലേക്ക് കടന്ന് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കുന്നവർ. അവർക്ക് പതിയായിട്ടുള്ളവൻ, അവരുടെ സംരക്ഷകനായിട്ടുള്ളവൻ, അതാണ് ഗോവിതാം പതിഹി. അപ്പോൾ നമുക്ക് ഈ 2 ശ്ലോകങ്ങൾ കൊണ്ട് ഇന്നിവിടെ അവസാനിപ്പിക്കാം. മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോ ഗോവിതാംപതിഹി. അപ്പോൾ എല്ലാവർക്കും ഈ സഹസ്രനാമം, പ്രത്യേകിച്ച് ഈ നിർജ്ജല ഏകാദശി ദിവസങ്ങളിൽ ഇതൊക്കെ കേൾക്കുക. ഇത് ഭഗവാൻ ഈ സഹസ്രനാമം മാത്രം അതിൻ്റെ അർത്ഥം വിവരിച്ച് പോകുവാൻ എന്നെ അനുവദിക്കുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ
എന്നെക്കൊണ്ട് ആവശ്യപ്പെടുന്നു. അതാണ് ഇതിൽ ഒത്തിരി കാര്യങ്ങൾ കടന്നു വന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉണ്ടാവേണ്ടത്. ഭഗവാനിൽ തന്നെ മനസ്സിങ്ങനെ ലയിച്ച് ആ അന്തര്യാമിയായ ഭഗവാനെ ഉള്ളിൽ നമ്മൾ സ്പർശിച്ചറിയണം. ഓരോരുത്തരുടെ ഉള്ളിൽ ശ്വാസത്തെ നിലനിർത്തുന്ന, പ്രാണനെ നിലനിർത്തുന്ന ആ ബോധമാണ്, ആത്മാവാണ് ഭഗവാൻ. അതിനെ നമ്മൾ തൊട്ടറിയുന്ന നിമിഷമാണ്, ആ അവസ്ഥയിലാണ് നമ്മിൽ തന്നെ ഭഗവാൻ ഇരിക്കുന്നു എന്നുള്ള പരമാനന്ദം നാം അനുഭവിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ആനന്ദം, പൂർണ്ണമായ ആനന്ദം, സച്ചിദാനന്ദം, ആ പരമാനന്ദം അനുഭവിക്കുവാൻ ഓരോരുത്തരെയും ഭഗവാൻ പ്രാപ്തരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.